നമസ്കാരം. ഒടുവിൽ ഇന്ത്യയും ചൈനയും ഒരുപോലെ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോഴും ഇന്ത്യക്കും ചൈനയ്ക്കും തീരുവയുടെ കാര്യത്തിൽ രണ്ടു നയം നടപ്പിലാക്കുന്ന രീതിക്ക് മുട്ടാൻപോക്ക് ന്യായവുമായി അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തൊടുത്തുവിട്ട അമ്പാണ് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഏർപ്പെടുത്തുന്ന താരിഫ് എന്നതും അമിത താരിഫ് അടിച്ചേൽപ്പിക്കുക വഴി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വഷളാക്കി ഇന്ത്യയുടെ വളർച്ചയുടെ വേരറക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം വെച്ചതും എന്നതും വ്യക്തമാക്കുന്നതാണ് ന്യായീകരണം എന്നതാണ് മറ്റൊരു വസ്തുത. ചൈനയ്ക്കൊന്നും വരാൻ പാടില്ല, എന്നാൽ ഇന്ത്യക്ക് സാമ്പത്തികമായോ സൈനികപരമായോ എന്ത് നഷ്ടമുണ്ടായാലും അമേരിക്കയ്ക്ക് ഒരു ചുക്കുമില്ല എന്ന തരത്തിലാണ് താരിഫിന്റെ കാര്യത്തിലുള്ള ഈ രണ്ടിലയിൽ വിളമ്പുന്ന രീതിക്കുള്ള അമേരിക്കയുടെ ന്യായം. റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായ ചൈനയെ അധിക തീരുവയിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ച് പ്രതികരണവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നുള്ള US നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% അധിക ദ്വിതീയ തീരുവ US ഏർപ്പെടുത്തിയത്. അതേസമയം ചൈനയ്ക്കെതിരെ അത്തരം നടപടികളിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിട്ടുനിന്നതിന്റെ കാരണമാണ് ഫോക്സ് ബിസിനസ് നൽകിയ അഭിമുഖത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി വിശദീകരിച്ചത്. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് ആഗോള വിപണിയിൽ മറച്ചു വിൽക്കുകയാണ് ചൈന ചെയ്തു വരുന്നതെന്നും ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തുന്ന അധിക തീരുവ ആഗോള വിപണിയിൽ എണ്ണ വില വർധനവിന് കാരണമാക്കുമെന്നും റൂബിയോ പറഞ്ഞു. ചൈനയുടെ മേൽ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ ആഗോള എണ്ണ വിപണിയിൽ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് റൂബിയോ കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ശുദ്ധീകരിച്ച് ചൈന ആഗോള വിപണിയിലെത്തിക്കുന്നു. ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തുന്ന തീരുവ വർധന സ്വാഭാവികമായും എണ്ണ വിലയിൽ പ്രതിഫലിക്കും. ചൈനയുടെ എണ്ണ ഉപഭോക്താക്കൾക്ക് കൂടുതൽ വില നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെയാണ് റൂബിയോ ഈ കാര്യം വിശദീകരിച്ചത്. അപ്പോൾ മറിച്ചു വിൽക്കാനാണെങ്കിൽ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ റഷ്യയ്ക്ക് അയിത്തമില്ല. അത് വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദവും താരിഫ് എന്ന ഭീഷണിയും ഒന്നുമില്ല. എന്നാൽ എണ്ണ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ താരിഫിന്റെ പേരും പറഞ്ഞുകൊണ്ട് എത്ര വലിയ തുകയും അടിച്ചേൽപ്പിക്കാം എന്ന് പറയുന്നത് തന്നെ എന്തൊരു മുട്ടാമ്പോക്ക് ന്യായമാണ്. സ്വന്തമായി ഉൽപാദനശേഷിയുള്ള രാജ്യങ്ങളോടാണ് ഈ കടുംപിടുത്തമെങ്കിൽ കുറച്ചെങ്കിലും കേൾക്കുന്നവർക്ക് വിശ്വസിക്കാനെങ്കിലും എളുപ്പമായേനെ. സ്വന്തം നിലയ്ക്ക് ഉൽപാദനം സാധ്യമല്ലാത്ത ഒരു സാധനം, അതിന് എണ്ണയോ മറ്റേത് അസംസ്കൃത വസ്തുക്കളോ കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, വില കുറച്ചു നൽകാൻ കഴിവുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാതെ മറ്റു രാജ്യങ്ങൾക്ക് ഇരട്ടി വില കൊടുത്ത് വാങ്ങാൻ പറയുന്ന ന്യായം, അതങ്ങനെ വാങ്ങേണ്ടി വന്നാൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി, കുത്തനെ കയറുന്ന വില, അതിൽ വീർപ്പുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ, അതൊന്നും അമേരിക്കയ്ക്കും ട്രംപിനും പ്രശ്നമില്ല. എന്നാൽ ചൈന വാങ്ങി മറച്ചു വിൽക്കുമ്പോൾ അതൊരു കുറ്റമാകുന്നുമില്ല. എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് അമേരിക്കയുടെ ഈ വിശദീകരണം. ചൈനയ്ക്കെതിരെ അധിക തീരുവ ഉൾപ്പെടെയുള്ള നടപടികൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്ക അറിയിച്ചതായും റൂബിയോ കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ആ വിഷയത്തെക്കുറിച്ച് തനിക്ക് ആധികാരികമായ അറിവില്ലെന്നും എന്നാൽ ദ്വിതീയ തീരുവയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും റൂബിയോ മറുപടി നൽകി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം മികച്ച രീതിയിൽ മുന്നോട്ട് നീങ്ങണമെന്നാണ് US ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ പ്രശ്നം റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കുക വഴി റഷ്യയെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. അങ്ങനെയെങ്കിൽ മുഴുവൻ രാജ്യങ്ങളോടും ആ വ്യാപാരം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയല്ലേ വേണ്ടത്? അതിനു പകരം ഉപയോഗിക്കാൻ വാങ്ങിക്കുന്നവർ മാത്രം അവസാനിപ്പിച്ചാൽ ട്രംപിന് എന്താണ് കിട്ടുന്നത്? ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ വ്യക്തമാകും, റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധം മാത്രമല്ല ട്രംപിന്റെ പ്രശ്നം. ഈ വിഷയം മറയാക്കി ഇന്ത്യക്ക് ഭാവിയിൽ അതിവേഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ചയെ തടയുക എന്നത് കൂടിയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച